ആം ആദ്മി സർക്കാരിന്റെ കാലത്തെ നിയമനങ്ങൾ റദ്ദാക്കി ദില്ലിയിലെ ബി.ജെ.പി. സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബോർഡ്, ആശുപത്രികൾ തുടങ്ങി വിവിധ വകുപ്പുകളിലെ നിയമനങ്ങൾ റദ്ദാക്കിയതായി ഉത്തരവിറക്കി. അതേസമയം സ്ഥിരം ജീവനക്കാർക്ക് ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജോലികൾ തുടരാമെന്നും ഉത്തരവിൽ പറയുന്നു. ദില്ലിയിൽ ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കിയുള്ള ഉത്തരവിറക്കിയത്. മുൻ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകളിലെ നിയമനങ്ങളും റദ്ദാക്കിയതായി ഉത്തരവിൽ പറയുന്നു. കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ആശുപത്രികൾ മുതലായവയിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതായും ഇവിടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും ഉത്തരവിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡാനിക്സ്, DSS, സ്റ്റെനോ കേഡർ തുടങ്ങിയ സ്ഥിരം തസ്തികകളിലെ ജീവനക്കാർ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെ തുടരാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയാലുണ്ടാകുന്ന സ്വാഭാവിക നടപടിയാണിതെന്നും സർക്കാരിന്റെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും തീരുമാനമുണ്ടായി. ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. അതേസമയം ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിൽ നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്ത്രീകൾക്കുള്ള 2500 രൂപ ധനസഹായ പദ്ധതിയിൽ തീരുമാനമുണ്ടായില്ല. തുടക്കത്തിൽ തന്നെ ബി.ജെ.പി. ദില്ലിയിലെ ജനതയെ വഞ്ചിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.